Yes, sir. Okay, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. വാട്ട് ആർ ദ കമ്മ്യൂണിക്കേഷൻ മിക്സസ്? അഡ്വർടൈസിങ് അല്ലെ, നമുക്ക് കുറെ കമ്മ്യൂണിക്കേഷൻ മിക്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ, പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്ട് മാർക്കറ്റിംഗ്, വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. സോ ഇതിന്റെ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മിക്സ്, ദാറ്റ് ഈസ് അഡ്വർടൈസിങ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു അഡ്വർടൈസിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അല്ലേ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്, ദെൻ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ്, then characteristics of good advertisement, then what are the role of advertising in a marketing community, then അതിന്റെ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചർ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അഡ്വർടൈസിംഗ് ടു ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്, ദെൻ ടു സെയിൽസ്മാൻ, ടു കൺസ്യൂമർ, ടു ദ സൊസൈറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മിക്സ്, ദാറ്റ് ഈസ് അഡ്വർടൈസിംഗ്, നമ്മൾ ഇന്നലെ പറഞ്ഞു. ദെൻ മൂവിങ് ഓൺ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ മിക്സ്, ദാറ്റ് ഈസ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ് സെയിൽസ് പ്രൊമോഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളെ കസ്റ്റമേഴ്സിന്റെ ഇടയിലേക്ക് എത്തിക്കുന്നതാണല്ലോ കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷനുള്ള ഒരു മീൻസ് ആണ് നമ്മളെ അഡ്വർടൈസിങ്. മറ്റൊരു വഴിയാണ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഡെയിലി കാണുന്നതാണ്. അതായത് ഓഫറുകൾ, കൂപ്പൺസ്, പിന്നെ ഡിസ്കൗണ്ട് സെയിലുകൾ. അതായത് ഒന്നുകൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സെയിൽസിനെ കുറച്ചുകൂടി ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളാണ് സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് എന്ന് പറയുന്നത്. സോ സെയിൽസ് പ്രൊമോഷൻ ബേസിക്കലി റെപ്രസെന്റ്സ് all marketing activities other than personal selling, advertising and public relation. Then sales promotion are used to stimulate purchasing and sales, and the objectives are to increase the sales. അപ്പം എന്താണ് സെയിൽസ് പ്രൊമോഷൻ അല്ലെങ്കിൽ എന്തിനാണ് സെയിൽസ് പ്രൊമോഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റിമുലേറ്റ് ദ പർച്ചേസിങ് ഓർ സെയിൽസ്. നമ്മളെ നിലവിലുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് വിറ്റഴിഞ്ഞ് പോകുന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ സെയിൽസ് ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻസ് ആഡ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്ന് വെച്ചാൽ ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഇൻക്രീസ് ദി സെയിൽസ് ആൻഡ് ഇൻഫോം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അബൌട്ട് ന്യൂ പ്രോഡക്ട്സ് ആൻഡ് ക്രിയേറ്റ് പോസിറ്റീവ് ബിസിനസ് ഓർ കോർപ്പറേറ്റ് ഇമേജ്. സോ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് നമുക്കറിയാം. കൂപ്പൺസ്, 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലക്കി ഡ്രോ കൂപ്പൺസ് കിട്ടാം. അതല്ലെങ്കിൽ നമ്മൾ ചില പ്രൊഡക്റ്റ് വാങ്ങാൻ പോയാൽ നമുക്ക് അതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റ് സാമ്പിൾസ് തരാറുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സാമ്പിൾ തരുന്നത് നമ്മൾ അന്ന് വാങ്ങിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അല്ലെ. സോ പ്രോഡക്റ്റ് സാമ്പിൾ, ദെൻ പോയിന്റ് ഓഫ് പർച്ചേസ് ഡിസ്പ്ലേസ്, അതേപോലെ നമ്മളെ കൂപ്പൺസ് കഴിഞ്ഞാൽ മറ്റ് ഡിസ്കൗണ്ട് സെയിലുകൾ, അതല്ലെങ്കിൽ ചില പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഒക്കെ വാങ്ങുമ്പോൾ മിക്കവാറും അതിനോടനുബന്ധിച്ചിട്ടുള്ള വേറെ എന്തെങ്കിലും എലമെന്റുകൾ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് വരും. അങ്ങനെയുള്ളതൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തിനാണ് സെയിൽസ് പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റിമുലേറ്റ് ദി കറന്റ് സെയിൽസ് ഓർ പർച്ചേസ് അല്ലെ. സോ നമ്മൾ നിലവിലുള്ളതിനെ ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സെയിൽസ് പ്രൊമോഷൻ ഈസ് എനി ഇനീഷ്യേറ്റീവ് അണ്ടർടേക്കൺ ബൈ an organization to promote an increase in sales or increase in usage or trial of a product or service. It adds an extra value or incentive to the sales force, the distributors or the ultimate consumer, and can stimulate immediate sales. Immediate sales. അതായത് നമ്മൾ ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ കൂപ്പൺ ആണെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഫ്രീ ഗിഫ്റ്റുകളാണെങ്കിലും അതൊക്കെയും അതിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനാണ് അല്ലെ. ഇപ്പം കൂപ്പൺ കിട്ടിയാൽ അതിന്റെ ഉപയോക്താവ് കസ്റ്റമറാണ്. ഒരു ഫ്രീ ഗിഫ്റ്റ് കിട്ടുന്നതും ഉപയോക്താവ് കസ്റ്റമറാണ്. അപ്പൊ എപ്പോഴും കസ്റ്റമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻസ് അല്ല. സംടൈംസ് ആരെയും കൂടി ഇവർ എയിം ചെയ്യാറുണ്ട്. ഒരു കമ്പനി സെയിൽസ് പ്രൊമോഷൻ എപ്പോഴും ആഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമല്ല, സംടൈംസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതായത് കച്ചവടക്കാർക്കും ചിലപ്പോൾ ഇതേപോലുള്ള ഓഫറുകളൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ചില കച്ചവടക്കാർക്ക് പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ഒരു അനാദി കടയിലൊക്കെ ചില ബ്രാൻഡഡ് അരികൾ അവരുടെ ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഗുഡ്സ്, അതായത് ഇപ്പൊ ഒരു 100 ചാക്ക് സപ്ലൈ ചെയ്യുന്നു, 100 ചാക്ക് വിറ്റഴിക്കാന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ വിൽക്കുന്ന കടക്കാരന് ചിലപ്പോൾ അവർ അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കൊടുക്കും.
അല്ലെങ്കിൽ അവർക്ക് കമ്മീഷൻ കൊടുക്കും. അങ്ങനെയുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ചിലപ്പോൾ എന്ത് ചെയ്യും കമ്പനികൾ സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതേപോലുള്ള സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് അവർക്ക് കൊടുക്കും. അതേപോലെ കൺസ്യൂമേഴ്സിന് കൊടുക്കും, അതേപോലെ ഈ ഡിസ്ട്രിബ്യൂട്ടിംഗ് ചാനലുകൾക്ക് കൊടുക്കും. അപ്പോൾ നമ്മളെപ്പോഴും സെയിൽസ് പ്രൊമോഷൻ എന്നുള്ളത് വെറും കസ്റ്റമേഴ്സിന് മാത്രം കിട്ടുന്നതല്ല, ആർക്കും കൂടി കിട്ടും, ഇതേപോലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിനൊക്കെ സെയിൽസ് പ്രൊമോഷൻസ് കിട്ടും. അപ്പൊ അവര് ഇപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഇപ്പൊ ഞാനൊരു വലിയ അരി ഉണ്ടാക്കുന്ന കമ്പനിക്കാരനാണ്. അപ്പൊ എന്റെ അരി ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അത് വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ എന്നെ സഹായിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഈ അനാദി കടകളിലുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും ഇതേപോലെ പ്രൊമോഷൻസ്, അവർക്ക് കൂടുതൽ കമ്മീഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഒരു 100 ചാക്ക് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിഷ്യറി ആയിട്ടുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അടുത്ത തവണയും നമ്മുടെ ബ്രാൻഡ് തന്നെ അവർ പർച്ചേസ് ചെയ്യുള്ളൂ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടി. സോ എപ്പോഴും സെയിൽസ് പ്രൊമോഷൻ എന്നുള്ളത് കസ്റ്റമർ ഓറിയന്റഡ് മാത്രമല്ല, ഇതേപോലെയുള്ള മാർക്കറ്റ് ഇന്റർമീഡിയറീസിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻസ് ഉണ്ട്. നമുക്കത് ഈ മൊഡ്യൂളിൽ തന്നെ പഠിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അങ്ങനെയുള്ള സെയിൽസ് പ്രൊമോഷൻ ടൂൾസ്, കസ്റ്റമേഴ്സിനുള്ള ടൂൾസ് എന്തൊക്കെ, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, അതേപോലെ മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ഇതേപോലുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിനുള്ള പ്രൊമോഷൻ ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ sales promotion are varied. Often they are original and creative, and hence a comprehensive list of all available techniques is virtually impossible. However, it can be broken into two major categories. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, consumer oriented sales promotion and trade oriented sales promotion. Two types of sales promotion. ഒന്ന് കൺസ്യൂമർ ഓറിയന്റഡ്, അതായത് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളാണ് കൺസ്യൂമർ ഓറിയന്റഡ് സെയിൽസ് പ്രൊമോഷൻ. മറ്റൊന്ന് ട്രേഡ് ഓറിയന്റഡ്. ട്രേഡ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു മാർക്കറ്റ് ഇന്റർമീഡിയറീസ് പോലെയുള്ള, അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് പോലെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവർക്ക് ബെനിഫിഷ്യറി ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളെയാണ് ട്രേഡ് ഓറിയന്റഡ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ കൺസ്യൂമർ ഓറിയന്റഡ് സെയിൽസ് പ്രൊമോഷൻ ഈസ് ടാർഗറ്റഡ് ടു ദി അൾട്ടിമേറ്റ് യൂസർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് സാമ്പിൾസ്, കൂപ്പൺസ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കൺസ്യൂമർ ഓറിയന്റഡ് സെയിൽസ് പ്രൊമോഷൻസിന്റെ എക്സാമ്പിൾ. സാമ്പിൾസ്, അതായത് ഫ്രീ സാമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോയാൽ നമുക്ക് അവിടുന്ന് ഫ്രീ സാമ്പിൾ തന്നെ അപ്പം തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തരുന്നത്. ദെൻ കൂപ്പൺസ്, ലക്കി ഡ്രോ കൂപ്പൺസ്. ദെൻ റിബേറ്റ്സ്. ദെൻ മണി റീഫണ്ട് ഓഫർ. ചിലതുണ്ടാവും റീഫണ്ട് ഓഫറുകളൊക്കെ, അതായത് നമുക്ക് ഒരു 1000 റുപ്പീസിന് മേലെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര % നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള റീഫണ്ട് ഓഫേഴ്സ്. ദെൻ പ്രൈസ് ടാക്സ്. നമുക്ക് ചില സോപ്പുകളൊക്കെ വാങ്ങിക്കുമ്പോൾ 3 എണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ 2ന്റെ പൈസ, അല്ലെ? അല്ലെങ്കിൽ ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 3 എണ്ണത്തിന്റെ പൈസ തന്നെ കൊടുക്കണം. നേരെ മറിച്ച് 3 എണ്ണം ഒരുമിച്ചുള്ള ഒരൊറ്റ എലമെന്റ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് റിഡക്ഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രൈസ് പാക്കേജുകൾ. ദെൻ പ്രീമിയം ഓഫേഴ്സ്. ഇതൊക്കെയും കൺസ്യൂമർ ഓറിയന്റഡ് ആണ്, അതായത് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളാണ്. Then, whereas trade-oriented sales promotion is targeted towards the marketing intermediaries such as wholesalers, distributors, and retailers. ഇപ്പോൾ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവരെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ, അവർ വിചാരിച്ചാൽ മാത്രമേ എൻ്റെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ എത്തുള്ളൂ. സോ അവരെ ഒന്നുകൂടി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, അവരെ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ചില സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളുണ്ട്. അതെന്തൊക്കെയാണ്? ഫ്രീ ഗുഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ അരിയൊക്കെ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു 100 ചാക്ക് അരി എൻ്റെ ഔട്ട്ലെറ്റിൽ വിൽക്കാൻ വേണ്ടി ഞാൻ ഓക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആ കമ്പനിക്കാരൻ എനിക്ക് എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ ഫ്രീ ഗുഡ്സ് ഒന്നെങ്കിൽ അതേ അരി തന്നെ ഒരു 5 ചാക്ക് വെറുതെ തരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഫ്രീ ഗുഡ്സ് തരാം. ദെൻ ട്രേഡ് അലവൻസ്. ട്രേഡ് അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന കമ്മീഷൻ. ഇപ്പോൾ ഒരു ചാക്ക് അരിക്ക് ഒരു 100 രൂപയാണ് കമ്മീഷൻ എങ്കിൽ എന്നോട് പറയുന്നത് നിങ്ങൾ ഒരു 100 ചാക്ക് വിറ്റ് കഴിഞ്ഞാൽ പെർ ചാക്ക് ഞാനത് 150 രൂപ കമ്മീഷൻ തരാന്നുള്ള രീതിയിൽ കമ്മീഷൻ കയറ്റി തരാം. അപ്പം ഇതൊരു അലവൻസ് ആഡ് ചെയ്ത് തരുത്താണ്. ദെൻ ഡീലർ കോൺടെസ്റ്റ്. ഇവർക്ക് മാത്രമായിട്ടുള്ള ചില കോൺടെസ്റ്റുകൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ കസ്റ്റമേഴ്സിന് നടത്തുന്നത് പോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കമ്പനികൾ ഡീലർ കോൺടെസ്റ്റുകൾ നടത്താം. അതേപോലെ സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നതും ആക്ച്വലി ഒരു സെയിൽസ് പ്രൊമോഷൻ ടൂളാണ്. കാരണം സെയിൽസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നത്. സോ ഈ രീതിയിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്റർമീഡിയറീസിന് നൽകുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളെയാണ് ട്രേഡ് ഓറിയന്റഡ് സെയിൽസ് പ്രൊമോഷൻ. നമ്മളെ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ദറ്റ് ഈസ് കൺസ്യൂമർ ഓറിയന്റഡ് സെയിൽസ് പ്രൊമോഷൻ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് സെക്കൻഡ് കമ്മ്യൂണിക്കേഷൻ മിക്സ്, ദാറ്റ് ഈസ് സെയിൽസ് പ്രൊമോഷനെ പറ്റി നമുക്ക് പറയാനുള്ളത്. എന്താണ് സെയിൽസ് പ്രൊമോഷൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ.
Then moving on, third communication mix, that is personal selling. Basically, personal selling is one-to-one communication between seller and prospective purchaser. It generates direct contact with the prospects and customers. It is one of the most expensive form of promotion. So നമുക്കറിയാം, നേരെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രൊമോഷൻ. ഇപ്പം എടാ ഒരു മിനിറ്റ് വിളിക്കണ പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ഇന്നലെ പോയതാ, ഇന്ന് വരും. ഇന്നലെ ഉച്ചക്ക് വന്ന് നോക്കിട്ട് പറഞ്ഞു രാവിലെ വരാം. വിളിക്കുന്നു ചോദിച്ചാൽ മതി. Hello. Hello. Yes, sir. Yes, sir. Okay, sorry. So moving on, next communication mix, that is personal selling. ഇപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്? നമുക്കറിയാം, പേഴ്സണൽ സെല്ലിംഗ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഫേസ് ടു ഫേസ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ രണ്ടും ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പം അഡ്വർടൈസിങ് ആണെങ്കിലും സെയിൽസ് പ്രൊമോഷൻസ് ഒക്കെ ആണെങ്കിലും ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ. ബട്ട് പേഴ്സണൽ സെല്ലിംഗ് ഇറ്റ് ഇസ് എ 2 വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ദി ബയർ അല്ലെങ്കിൽ സെല്ലർ ആൻഡ് customer. So it generates direct contact with the prospects and customers. It is one of the most expensive. നമുക്ക് ഇപ്പം പേഴ്സൺ ടു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് അധികം ചെലവ് വരുന്നുണ്ട്. കാരണം നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനെയും നേരിട്ട് പോയി കണ്ട് അവരെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്ത് അവരുടെ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്ത് അങ്ങനെയൊക്കെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ മോസ്റ്റ് എക്സ്പെൻസീവ് ഫോം. സോ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്? പേഴ്സണൽ മീറ്റിംഗ്സ്, ടെലിമാർക്കറ്റിംഗ്, ഇമെയിൽസ് ആൻഡ് കറസ്പോണ്ടൻസ്. അപ്പം നമ്മളെ നേരിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മളോട് ഓരോ പ്രോഡക്റ്റിനെ പറ്റി പറയുകയും അതിനനുസരിച്ചിട്ട് നമ്മളോട് അല്ലെ, അങ്ങനെയുള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചില പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ വീടുകളിലേക്ക് വരുന്നവർ, അപ്പൊ അവർ തന്നെ ആ പ്രൊഡക്റ്റിനെ നമ്മൾ ഫെമിലർ ആക്കി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ദെൻ നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് അതിനുശേഷമാണ് നമ്മളത് പർച്ചേസ് ചെയ്യുക. സോ അങ്ങനെയുള്ള പേഴ്സണൽ മീറ്റിങ്ങുകളാവാം. ഇനി അതല്ലെങ്കിൽ ഫോൺ ത്രൂ ടെലിമാർക്കറ്റിംഗ്, ഫോൺ ത്രൂ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യുന്നതാവാം. ഇനി ഡയറക്റ്റ് മെയില് അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെയാണ് പേഴ്സണൽ സെല്ലിങ്ങിനകത്ത് വരുന്നത്. സോ പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ ഓറൽ കമ്മ്യൂണിക്കേഷൻ പൊട്ടൻഷ്യൽ ബയേഴ്സ് ഓഫ് പ്രോഡക്റ്റ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് മേക്കിംഗ് എ സെയിൽ. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ വായി കൊണ്ട് സംസാരിക്കാം. സോ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് പേഴ്സണൽ സെല്ലിംഗ്. വിത്ത് ദി പൊട്ടൻഷ്യൽ ബയേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സുമായിട്ടുള്ള ഡയറക്റ്റ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് പേഴ്സണൽ സെല്ലിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് ദ ഇന്റൻഷൻ ഓഫ് മേക്കിംഗ് എ സെയിൽസ്, ഒരു സെയിൽസ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്താല് ചെയ്യുന്നതാണ്. ദെൻ ദ പേഴ്സണൽ സെല്ലിംഗ് മേ ഫോക്കസ് ഇനീഷ്യലി ഓൺ ഡെവലപ്പിംഗ് എ റിലേഷൻഷിപ്പ് വിത്ത് ദി പൊട്ടൻഷ്യൽ ബയർ ബട്ട് വിൽ ഓൾവേസ് അൾട്ടിമേറ്റ്ലി എൻഡ് വിത്ത് ആൻ അറ്റംപ്റ്റ് ടു ക്ലോസ് ദി സെയിൽ. അപ്പം പേഴ്സണൽ സെല്ലേഴ്സ്, അതായത് ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് നടത്തുന്ന ഡയറക്റ്റ് ആയിട്ട് പേഴ്സൺ ടു പേഴ്സൺ ഇന്ററാക്ഷൻ നടത്തിയിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കുന്നതാണ്. ആദ്യം അവർ നമ്മളുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ റിലേഷൻ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവരുടെ പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് എ ഗുഡ് റിലേഷൻ വിത്ത് ദ പൊട്ടൻഷ്യൽ ബയർ ഓർ കസ്റ്റമർ. സോ personal selling is one of the oldest form of promotion. It involves the use of sales force to support a push strategy. അപ്പോൾ ഇത് പഴയ കാലത്തൊക്കെ നമ്മളെ ഈ ഒരു ടെക്നിക്കലി അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് ഒക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് അഡ്വർടൈസിങ്ങും ഡിജിറ്റൽ അഡ്വർടൈസിങ്ങും അല്ലെ ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ് ഒക്കെ പോസിബിൾ ആയി തുടങ്ങിയത്. അതിന് മുമ്പുള്ള ഒരു മെത്തേഡായിരുന്നു പേഴ്സണൽ സെല്ലിംഗ്. കമ്പനികൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ പറ്റി ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ ഏജന്റുമാരെ അല്ലെങ്കിൽ ഓരോ പേഴ്സണൽ സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏജന്റ്സിനെ അവർ നിയോഗിക്കുകയും അവരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പഴയ ഒരു മെത്തേഡാണ്. ഇപ്പോൾ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുക, അതിനാണ് ഒരു പുഷ് സ്ട്രാറ്റജി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നിട്ട് നമ്മളെ പറഞ്ഞു വാങ്ങിപ്പിക്കുക അല്ലെ പരമാവധി തള്ളി വിട്ട് വാങ്ങിപ്പിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിനകത്ത് വരുന്നത്. സോ it's one of the oldest form of promotion, that is personal selling. What are the difference between advertisement and personal selling? ഇത് വൺസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. ഇപ്പൊ നമ്മൾ അഡ്വർടൈസിങ് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട്.
അതേപോലെ ഇപ്പോൾ പറഞ്ഞ ഡയറക്റ്റ് ഓർ പേഴ്സണൽ സെല്ലിംഗ്, അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളത്. സോ അഡ്വർടൈസിങ് നമുക്ക് അതിന്റെ ഓരോ ഫീച്ചർ വെച്ചിട്ട് നോക്കാം. അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. സോ അഡ്വർടൈസിങ് ഫോക്കസ് എ മാസ് ഓഡിയൻസ്, ബട്ട് പേഴ്സണൽ സെല്ലിംഗ് ഡയറക്റ്റഡ് അറ്റ് ഇൻഡിവിജ്വൽ. അല്ലേ, നമ്മളിപ്പോൾ അഡ്വർടൈസിങ് മീഡിയാസിലൂടെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കസ്റ്റമറിനെ മാത്രമല്ല, ഒരു വലിയ ആൾക്ക്, ഒരു മാസ് ഓഡിയൻസിനെ എയിം ചെയ്തിട്ടാണ് നമ്മൾ അഡ്വർടൈസിങ്സ് എന്ത് ചെയ്യുന്നത്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. നേരെ കുറച്ച് പേഴ്സണൽ സെല്ലിംഗ് നമ്മൾ പറഞ്ഞു 1-to-1 അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ ആണ്. ദാറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ഫീച്ചറാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഫോക്കസ് ചെയ്തിട്ടാണ്, ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പേഴ്സണൽ സെല്ലിംഗ് നടക്കുന്നത്. സോ directed at mass audience, whereas personal selling directed at individuals. Then advertising is a impersonal, but personal selling is personal. അപ്പം ഒന്ന് വ്യക്തി കേന്ദ്രീകൃതമാണ് പേഴ്സണൽ സെല്ലിംഗ്. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ മാറ്റർ ആണ്, അല്ലെങ്കിൽ 1-to-1 ആയിട്ട് നടക്കുന്നതാണ്. കാരണം മറിച്ച് അഡ്വർടൈസിങ് ഒരു മാസ് ഓഡിയൻസ് ആണ്. സോ ഇറ്റ് ഈസ് എൻ ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾ. ദെൻ ലെസ് എഫക്റ്റീവ് ആൻഡ് മോർ എഫക്റ്റീവ്. കാരണം അഡ്വർടൈസിങ് ലെസ് എഫക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം, നമ്മളൊരു അഡ്വർടൈസിങ് ഇറക്കി കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരുമായിട്ട് അല്ലെങ്കിൽ ഡൗട്ട്സ് ഒന്നും ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു വഴിയില്ല. നേരെ മറിച്ച് പേഴ്സൺ ടു പേഴ്സൺ ആകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് മോർ എഫക്റ്റീവ് ദാൻ അഡ്വർടൈസിങ്. Then advertising is inflexible and personal selling is a flexible communication tool. Then printed salesmanship and oral advertising one way, but personal selling is a two-way communication. So ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റിക്ക് ഞാൻ പറഞ്ഞു മുമ്പ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് തന്നെയാണെന്ന് തോന്നുന്നു, അല്ല KTU-നാണോ എനിക്ക് ഡൗട്ടുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസ്മെന്റ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് ചോദിച്ചിട്ടുണ്ട്. സോ ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഫോക്കസ് ചെയ്യുന്നത് മാസ് ഓഡിയൻസ് ആണ്, മറ്റൊന്ന് ഇൻഡിവിജ്വൽ ആണ്. ഇത് പ്യൂർലി പേഴ്സണൽ ആണ്, പേഴ്സണൽ മാർക്കറ്റിംഗ്. മറ്റൊന്ന് ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾ. ദെൻ ലെസ് എഫക്റ്റീവ്, more effective. Then inflexible communication, that is advertising. Flexible communication, that is personal selling. Then printed salesmanship എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അഡ്വർടൈസിങ്സ് നമ്മൾ പൊതുവെ പ്രിന്റഡ് മീഡിയാസിലും ഡിജിറ്റൽ മീഡിയാസിലൊക്കെ കാണിക്കുന്നത് ആണ്. നേരെ മറിച്ച് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് ഇറ്റ് ഈസ് എൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ മെത്തഡ്. സോ advertising is a one-way communication, then personal selling is a two-way communication. So very important difference between advertising and personal selling. Maybe നിങ്ങൾക്കും ഒരു 4 മാർക്കിനോ 5 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത് മാത്രമാവില്ല, ചിലപ്പോൾ അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും ചോദിച്ച പോലെ തന്നെ ഇനി നമ്മൾ പഠിക്കുന്ന ഡയറക്ട് മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഇനിയെല്ലാം അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷനും നമ്മൾ ആ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിനോട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ പറ്റണം. ഓക്കെ, then moving on, next marketing communication tool, that is direct marketing. Direct marketing is a type of advertising directed to a target group of prospects and customers rather than to a mass audience. Two forms of direct marketing are printed by mail or directed by email. So നമ്മളിപ്പം പറഞ്ഞ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയൊരു മാറ്റം മാത്രമേ ഈ ഡയറക്ട് മാർക്കറ്റിങ്ങിനകത്ത് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിനകത്ത് പറഞ്ഞ 1-to-1 ഫേസ് ടു ഫേസ് ആണ്. ഇപ്പോൾ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റുമായിട്ട് കസ്റ്റമേഴ്സ്, നമ്മളെ ടാർഗറ്റഡ് ഓഡിയൻസ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്യാണ്. അവിടെ ഒരു മാസ് ഓഡിയൻസിനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ആ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയിക്കുക. അതായത് വലിയ മാസ് മീഡിയാസ് ഒന്നും ഉപയോഗിക്കാതെ, അതായത് ടിവിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ അല്ലെങ്കിൽ പ്രിന്റഡ് മാഗസിൻസോ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈ മീൻസ് ഓഫ് 2 കാര്യം. ഒന്നുകിൽ നമ്മൾ കത്തയക്കുക ബൈ മെയിൽസ് ഓർ ഡയറക്റ്റഡ് ബൈ ഇമെയിൽ. ഒന്നുകിൽ നമ്മൾ ഇമെയിൽ സന്ദേശങ്ങൾ വഴി, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അതിന്റെ നമ്മളെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള പരസ്യം നമ്മൾ ആൾക്കാരുടെ അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്യുക. ആ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട്. ഇവിടെ നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് അല്ല, അല്ലെങ്കിൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല, ബട്ട് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് ദ കൺസ്യൂമർ ബൈ മീൻസ് ഓഫ് മെയിൽ ഓർ ഇമെയിൽ. നമ്മളിവിടെ വേറെ കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. TV പോലെയോ അല്ലെങ്കിൽ പ്രിന്റഡ് മാഗസിൻസ് പോലെയോ ന്യൂസ് പേപ്പർ പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ ഉപയോഗിക്കാതെ നമ്മൾ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ത്രൂ മെയിൽസ് ഓർ ഇമെയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് മെത്തേഡ്. സോ the goals of direct marketing are to generate sales or leads for sales representatives to pursue. Then direct marketing allows a business to engage in one-way communication with its customers about product announcement, special promotions, bulletins, customer inquiries, and order confirmation.
എക്സാമ്പിൾസ് ഡയറക്ട് മെയിൽ ഓർ ഇമെയിൽ. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും പല പ്രൊഡക്റ്റുകൾ നിങ്ങളിപ്പോൾ മുമ്പ് പർച്ചേസ് ചെയ്ത ഏതെങ്കിലും പ്രൊഡക്റ്റുകളുടെയൊക്കെ അവിടെ നിങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിന്റെ അപ്ഡേഷൻസ് നിരന്തരം നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും മെയിൽ ആയിട്ടൊക്കെ വരാറുണ്ടാവും അല്ലെ. നിങ്ങളിപ്പോൾ എവിടെ നിന്നും പർച്ചേസ് ചെയ്ത സ്ഥലത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ അപ്ഡേഷൻസ്, അതിൽ വരുന്ന ഓഫറുകൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന റിഡക്ഷൻസ് ഒക്കെ എന്ത് വരാറുണ്ട്, നമുക്ക് മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ വരാറുണ്ട്. സോ ദാറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. സോ അപ്പോൾ നമ്മളെ കസ്റ്റമർ ഗ്രൂപ്പുമായിട്ട് നേരെ കമ്പനിയും കസ്റ്റമേഴ്സും തമ്മിൽ വേറൊരു ഇന്റർമീഡിയറീസിന്റെയോ അല്ലെങ്കിൽ മൂന്നാമതൊരു മീഡിയയുടെയോ ഒന്നും സഹായം ഇല്ലാതെ നേരെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ബട്ട് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ബൈ മീൻസ് ഓഫ് ഡയറക്റ്റ് മെയിൽ ഓർ ഇമെയിൽ. ഓക്കെ, സോ use of mail, telephone, fax, email or internet to communicate directly with or solicit response or dialogue from specific customer and prospects. നമ്മളിപ്പോൾ പറഞ്ഞതിന്റെ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. വാട്ട് ഈസ് ഡയറക്റ്റ് ഓർ ഇന്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയും. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഓർ ഇന്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. സോ എന്താണ് അങ്ങനെ വെച്ചാലെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സുമായിട്ട് കമ്പനി നേരിട്ട് മീറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുകയാണ്. എങ്ങനെ സംസാരിക്കുന്നത്? വേറെ പേഴ്സണൽ സെല്ലിങ്ങിലുള്ള പോലെ ആൾക്കാരെ നിയോഗിച്ചിട്ടൊന്നുമല്ല, ബൈ മീൻസ് ഓഫ് ടെലിഫോൺ ഓർ ഫാക്സ് ഓർ മെയിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നേരെ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്. വിച്ച് ഇസ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ. നമുക്കിപ്പം വരുന്ന മെസ്സേജുകൾ നിങ്ങളെ ഫോണിൽ തന്നെ പലപ്പോഴും നിങ്ങളിപ്പോൾ എവിടെന്നെങ്കിലും ഒരു ബ്രാൻഡഡ് ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ഫോൺ നമ്പർ ഒക്കെ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അവിടുന്ന് വരുന്ന ഓഫറുകൾ അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളെ ഫോണിലേക്ക് മെസ്സേജ് വരും. നമുക്ക് പക്ഷേ അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. തിരിച്ച് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ ചോദിക്കാനുള്ള മെത്തേഡ് അവർ പൊതുവെ പ്രൊവൈഡ് ചെയ്യാറില്ല. That is direct marketing. What are the channels? എന്തൊക്കെ ചാനലുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? ഡാറ്റാബേസ് മാനേജ്മെന്റ്, ഡയറക്ട് മെയിൽ, ടെലിമാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഡോർ ടു ഡോർ ലീഫ്ലെറ്റ് മാർക്കറ്റിംഗ്, ബ്രോഡ്കാസ്റ്റ് ഫാക്സിംഗ്, വോയിസ് മെയിൽ മാർക്കറ്റിംഗ്, ദെൻ കൂപ്പണിംഗ്, ഡയറക്ട് റെസ്പോൺസ് ടെലിവിഷൻ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ്. സോ ഇതാണ് നമ്മളെ ഫോർത്ത് കമ്മ്യൂണിക്കേഷൻ ടൂൾ, ദാറ്റ് ഈസ് ഡയറക്ട് മാർക്കറ്റിംഗിൽ വരുന്നത്. പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ എന്നുള്ള അടുത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. നമ്മൾ 6 കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഉള്ളത്. ഇതിൽ കമ്മ്യൂണിക്കേഷൻ മിക്സ് ഉള്ളത് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, ദെൻ ഇപ്പൊ പറഞ്ഞ ഡയറക്ട് മാർക്കറ്റിംഗ്, ദെൻ പബ്ലിക് റിലേഷൻ, പിന്നെ ഉള്ളത് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മർമറിംഗ് ക്യാമ്പയിനിങ് എന്ന് പറയുന്നത്. സോ ഫിഫ്ത്ത് ആണ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ പബ്ലിക് റിലേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ പബ്ലിസിറ്റി, സിംപ്ലി പബ്ലിസിറ്റി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് enables an organization to influence a target audience. Most of the time, public relation campaigns try to create a favorable image for a company. Favorable image for a company, its products or its policies. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പം വി ഗാർഡിന്റെ ഓണർ നമുക്കറിയാം, മറ്റേ എന്തേനു ചിറ്റിലപ്പള്ളി, അയാളുടെ ഫുൾ നെയിം എന്തായിരുന്നു? ഹലോ, പോയാ? ഹലോ, ഇപ്പൊ വി ഗാർഡ് എന്നുള്ള മറ്റേ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന ഇതിന്റെ ഓണർ, ഇയാള് കുറെ പിന്നെ ചാരിറ്റി വർക്ക് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ അറിയുന്നത് ഇയാളുടെ പേര്, ഈ ചിറ്റിലപ്പള്ളി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു എന്ന് പറയുന്നത് വി ഗാർഡാണ്. അയാളുടെ കമ്പനിയുടെ പേരാണ് വി ഗാർഡ്. അപ്പൊ ഈ ഒരു ചാരിറ്റി വർക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്കൂളിൽ, ഇപ്പം ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു സ്കൂളിലേക്ക് ഒരു 50 കമ്പ്യൂട്ടർ കൊടുക്കുന്നു. അത് വി ഗാർഡ് കമ്പനിക്കാർ 50 കമ്പ്യൂട്ടർ കൊടുക്കുന്നു. അപ്പൊ അവരതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കമ്പനിക്കുള്ള പ്രൊമോഷനാണ്. വി ഗാർഡ് എന്ന് പറയുന്ന കമ്പനിക്കുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള ക്യാമ്പയിനിങ് അവർ ചെയ്യുന്നത്. പബ്ലിക് റിലേഷൻ ക്യാമ്പയിനുകളാണ് ഇങ്ങനെയുള്ള ചാരിറ്റി വർക്കുകളൊക്കെ. അപ്പോൾ ഈ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ പബ്ലിസിറ്റി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലുള്ള പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിനുകൾ, ഇപ്പം ചാരിറ്റി വർക്കുകൾ അല്ലെങ്കിൽ ഡൊണേഷൻസ്. ഇപ്പോൾ എന്തെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് ഇന്ന കമ്പനി അല്ലെങ്കിൽ ഇന്ന ഓണർ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർ ഇത്ര പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുക്കുന്ന ആ പബ്ലിസിറ്റി, അവരുദ്ദേശിക്കുന്നത് അവരുടെ ചാരിറ്റി വർക്ക് വൻ സംഭവമാണ് എന്ന് കാണിക്കാനല്ല, നേരെ മറിച്ച് അവരുടെ കമ്പനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ നമ്മളെ ചെമ്മണ്ണൂറിന്റെ ഒക്കെ കുറെ പബ്ലിസിറ്റി വരുന്നത് അയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും, അയാൾ ചെയ്യുന്ന കുറെ ഇങ്ങനെയുള്ള ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൊണേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവരുടെ കമ്പനിക്ക് ഇത്രയും പോപ്പുലാരിറ്റി അവരുണ്ടാക്കിയത്. അപ്പം അതൊരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, അവരുടെ കമ്പനിക്ക് ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കുക. സോ മോസ്റ്റ് ഓഫ് ദ ടൈം പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻസ് ട്രൈ ടു ക്രിയേറ്റ് എ ഫേവറബിൾ ഇമേജ് ഫോർ എ കമ്പനി.
or its products or its policies. Then companies give news release to announce newsworthy developments about a company's products or service, distribution channels, facilities, operation, partners, revenues, and earning, employees, and events. So publicity is one of the tactics that public relation professionals use. This means bringing newsworthy information to the public. Example, a campaign to encourage business to donate computers to schools, donating to hospitals. ഇങ്ങനെയുള്ള ചില കമ്പനികൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് പബ്ലിക് റിലേഷൻ മെത്തേഡ്. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു വലിയ ചെലവില്ലാത്ത സംഭവമാണ്. അതായത് അവര് സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന അഡീഷണൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റികളെ അവരെന്ത് ചെയ്യാണ്, അവരുടെ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു പ്രൊമോഷൻ ആയിട്ട് അവർ കീപ്പ് ചെയ്യാണ്. സോ public relation is a field concerned with maintaining public image for a high profile people or commercial businesses and organization or non-profit association or programs. It defined the practice of public relation as the art and social science of analyzing trends, predicting their consequences, counseling organizational leaders, and implementing planned programs of action which will serve both the organization and the public interest. So നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഒരു കമ്പനിയുടെ ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ അതിനെ കൊണ്ട് സമൂഹത്തിനും അതുപോലെ തന്നെ എൻ്റെ കമ്പനിക്കും ഉപകാരം ഉണ്ടാവുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും സ്കൂളിലേക്ക് കമ്പനി 50 കമ്പ്യൂട്ടർ ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു പബ്ലിസിറ്റി ആണ്, അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. നേരെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അത് ഉപകാരപ്രദമാണ്. അപ്പം ബോത്ത് ദ സൊസൈറ്റി ആൻഡ് ദ ഓർഗനൈസേഷൻ ഹാവ് ദി ബെനിഫിറ്റ് അല്ലെ. സോ ഈ രീതിയിലുള്ള ചില പബ്ലിക് റിലേഷൻ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, പബ്ലിക് റിലേഷൻ കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്ന് പറയുന്നത്. പബ്ലിക് റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കമ്പനിയെ പറ്റി നമുക്ക് കസ്റ്റമേഴ്സിനിടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഈ ചെമ്മണ്ണൂറിന്റെ ആണെങ്കിലും വിഗാർഡിന്റെ ആണെങ്കിലും അങ്ങനെ എല്ലാ കമ്പനികളും ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന പല ക്യാമ്പയിനുകളും അവരുദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ ഉന്നമനം എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ കമ്പനിക്ക് ഒരു എന്ത് കിട്ടണം, കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിനിടയിൽ ഒരു പോസിറ്റീവ് ഇമേജ് കിട്ടണം എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് പബ്ലിസിറ്റി? പബ്ലിസിറ്റി ഈസ് എ നോൺ പെയ്ഡ് ഓർ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടു പ്രൊമോട്ട് ദ ഓർഗനൈസേഷൻ, പ്രോഡക്ട്സ് ഓർ സർവീസ് ഓർ ഐഡിയ ഓർ ഇമേജ് ഓഫ് ദി കമ്പനി, നോട്ട് ഡയറക്ട്ലി ഡൺ അണ്ടർ എൻ ഐഡന്റിഫൈഡ് സ്പോൺസർഷിപ്പ്. അപ്പോൾ നമ്മൾ വലിയ പൈസ ചെലവില്ലാതെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളെ പുറത്തറിയിച്ചുകൊണ്ട് വലിയ പൈസ ചെലവില്ലാതെ പോപ്പുലർ ആവുക, അത് തന്നെയാണ് പബ്ലിസിറ്റി എന്നുള്ളത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നവർ പലരും ഉദ്ദേശിക്കുന്ന ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഒരു പബ്ലിസിറ്റി മേക്കിംഗ്, അതും സംടൈംസ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ an advantage of publicity over other forms of promotion is its credibility. Consumers generally tend to be less skeptical towards favorable information about a product or service when it comes from a source they believe is unbiased. നമുക്ക് ഇങ്ങനെ ഒരു പബ്ലിസിറ്റി എന്തിനാ മേക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വിഗാർഡും ഈ പറഞ്ഞ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞു, ചെമ്മണ്ണൂർ വിഗാർഡ്, അതേപോലെ ഈ ലുലു ഗ്രൂപ്പിന്റെ MA യൂസഫ് അലി മൂപ്പരും ഇതേപോലെ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് മൂപ്പര് കുറച്ചുകൂടി ജെന്യൂൻ ആണെന്നാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത്. എന്നാലും അതിന്റെ ഉള്ളിൽ ഇതേപോലെ ഒരു പബ്ലിസിറ്റി മേക്കിങ്ങും കൂടി അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എപ്പോഴും അവരുടെ ഒരു സോഫ്റ്റ് കോർണർ എപ്പോഴും ഫീൽ ചെയ്യുന്നത് അവർ ഇതുപോലെയുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടും പലതും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്റ്റിനോടും നമുക്ക് എപ്പോഴും, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാപനങ്ങളോടൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ മൈൻഡിനകത്ത് വരുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ വെൽ നോൺ കമ്മ്യൂണിക്കേഷൻ ടൂൾ വിച്ച് ഈസ് ബേസിക്കലി which creates promotion credibility. So കുറച്ചുകൂടി മനുഷ്യന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, സമൂഹത്തിന്റെ ഇടയിൽ ഒരു ക്രെഡിബിലിറ്റി മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ഇത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക്സിനും അതുപോലെ തന്നെ കമ്പനിക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ എന്ത് ചാരിറ്റി വർക്കാണെങ്കിലും അതിനെ കൊണ്ട് അതിന്റെ ബെനിഫിറ്റ്സ് ആർക്കുണ്ട്, കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഉപകാരം അവരും എടുക്കുന്നുണ്ട്, അവരുടെ ഒരു പ്രൊമോഷൻ ടൂളായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. സോ ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നത് മേക്കിംഗ് എ ക്രെഡിബിലിറ്റി among the society. Okay, then publicity is not always under control of an organization and is sometimes unfavorable. അപ്പം ഒരു കമ്പനി വിചാരിച്ചാൽ പബ്ലിസിറ്റി ഉണ്ടാക്കാനൊന്നും പറ്റില്ല, ജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. സോ കംപ്ലീറ്റ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ് എന്ന് നമുക്ക് ഒരിക്കലും വാദിക്കാൻ പറ്റില്ല. സോ ഇത്രയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത്. സോ അഡ്വർടൈസിങ്ങിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു.
ഇന്ന് നമ്മൾ ബാക്കി സെയിൽസ് പ്രൊമോഷൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ പേഴ്സണൽ സെല്ലിങ്ങിന്റെ ആണെങ്കിലും ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ ആണെങ്കിലും പബ്ലിക് റിലേഷൻ്റെ ഒക്കെ ആണെങ്കിലും ഡീറ്റെയിൽഡ് ഡെഫിനിഷൻസും ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ അതുപോലെ ഒക്കെ പറഞ്ഞു. സോ മൊഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇനി വരാനിരിക്കുന്നത്. നമ്മൾ ഇതിൽ പറഞ്ഞ സെയിൽസ് പ്രൊമോഷനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ കൺട്രിയിൽ എന്തൊക്കെ സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ആണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ അതൊക്കെയാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ പറയാനുള്ളത്. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.